ഹലോ ബച്ചോ, ഇന്ന് 5th സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ഫസലോं के त्योहाറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസലോं के त्योहार എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് ഉത്സവം എന്നാണ് മീനിങ്. ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്പ്, त्योहार എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ. അപ്പോൾ ആ വിളവെടുപ്പ് ഉത്സവം നമ്മുടെ ഭാരതത്തിൽ പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത്. അതിനെപ്പറ്റി പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. सारा दिन बोरसी के आगे बैठकर हाथ तापते हुए गुजर जाता है. സാരാ ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ. ബോർസി കെ ആകെ, ബോർസി എന്ന് പറഞ്ഞാൽ തണുപ്പ് സ്ഥലത്ത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കുറേ കമ്പും ഇതൊക്കെ കത്തിച്ചിട്ട് ചൂട് കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവും. വിൻ്റർ ഒക്കെ തണുപ്പൊക്കെ കൂടുതലുള്ള സ്ഥലത്ത് എല്ലാവരും അങ്ങനെ തീ കായാനൊക്കെ ഇരിക്കും. അതിനെയാണ് ബോർസി എന്ന് പറയുക. ആ ഒരു ഫയർ പ്ലേസിനെയാണ് ബോർസി എന്ന് പറയുക. ബോർസിക്ക് ആകെ ബേട്ടുകാർ, അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഹാത്ത് താപ്തേ ഹുയെ, കൈ ഇങ്ങനെ ചൂടാക്കില്ല, രണ്ട് കൈ ഉരച്ചിട്ട്, അതിനാണ് ഹാത്ത് താപ്തേ ഹുയെ എന്ന് പറയുക. ഗുസർ ജാത്താ ഹെ, അങ്ങനെ കഴിഞ്ഞു പോകും. എല്ലാ ദിവസവും സാരാ ദിൻ ഈ തീ കായുന്നതിൻ്റെ മുന്നിലിരുന്നിട്ട് സമയം പോവും. ഗുസർ ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ സമയം പോവും. कहा तो खिचड़ी के समय धूप में गर्माहट की शुरुआत होनी चाहिए. കഹാത്തോ എന്ന് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ കിച്ചടി കെ സമയ്, കിച്ചടി എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു ഫെസ്റ്റിവലാണ്, ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് കിച്ചടി. കിച്ചടി കെ സമയ്, കിച്ചടിയുടെ സമയത്ത് ധൂപ് മേ ഗർമാഹട്ട് കി ശുരുവാത്ത് ഹോനി ചാഹിയെ, അതായത് സൂര്യൻ്റെ ചൂട്, കുറച്ച് ചൂടൊക്കെ വരേണ്ട സമയമായി. ശുരുവാത്ത് ഹോനി ചാഹിയെ, വരേണ്ടതാണ്. ഓർ യഹാം ഹം സൂരജ് കെ ഇന്തസാർ മേ ആസ് ലഗായെ ബേട്ടെ ഹുയേ ഹെ, പക്ഷേ ഞങ്ങളിവിടെ സൂര്യൻ്റെ ഇന്തസാർ മേ എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പിൽ, സൂര്യനെ കാത്തിരിപ്പിൽ ആസ് ലഗായെ, ആസ് ലഗായെ എന്ന് പറഞ്ഞാൽ ഹോപ്പ്, ഭയങ്കര ഹോപ്പ്ഫുള്ളി ആയിട്ട് സൂര്യൻ്റെ വരവും കാത്തിരിക്കുകയാണ്. പക്ഷേ സൂര്യൻ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഫെസ്റ്റിവലിൻ്റെ സമയമായിട്ട് പോലും സൂര്യൻ വന്നിട്ടില്ല. ഞങ്ങൾ സൂര്യനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പൂരെ 10 ദിൻ ഹോ ഗേ സൂരജ് ലാപത്താ ഹെ. പൂരെ 10 ദിൻ എന്ന് പറഞ്ഞാൽ 10 ദിവസമായിട്ട് സൂരജ് ലാപത്താ ഹെ. സൂരജ് എന്ന് പറഞ്ഞാൽ സണ്ണ്, ലാപത്ത എന്ന് പറഞ്ഞാൽ കാണാനില്ല, മിസ്സിങ് ആണ്. സൂര്യൻ മിസ്സിങ് ആണ്, അതായത് വെയിലില്ല, വെറും തണുപ്പ് മാത്രമാണെന്നാണ് പറയുന്നത്. സൂരജ് ലാപത്താ ഹെ. ആജ് സുബഹ തോ രസായി സെ നിക്കൽനെ കി ഹിമ്മത്ത് നഹി ഹോ രഹി തി. ആജ് സുബഹ തോ, ഇന്ന് രാവിലെ ആണെങ്കിൽ രസായി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബ്ലാങ്കറ്റ്, നമ്മൾ മൂടി പൊതിച്ചിങ്ങനെ കിടക്കാൻ തന്നെ ഉപയോഗിക്കുന്ന സാധനം ബ്ലാങ്കറ്റ്. സെ നിക്കൽനേക്ക് ഹിമ്മത്ത് നെഹി ഹോ രഹി തി, ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എണീക്കാൻ തന്നെ, പുറത്തേക്ക് വരാൻ, നിക്കൽനേക്ക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരാൻ ഹിമ്മത്ത്, ധൈര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കാനാണ് തോന്നിയത്. बाहर देखने से तो समय का अंदाज़ा बिल्कुल नहीं हो रहा, लेकिन घर में हो रही चहल पहल अब पता चल रही है. അപ്പോൾ പുറത്തേക്ക്, ബാഹർ ദേഖ്നെ സേ തോ സമയ കാ അന്ദാസ ബിൽക്കുൽ നെഹി ഹോ രഹ, അതായത് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ സമയത്തിൻ്റെ അന്ദാസ എന്ന് പറഞ്ഞാൽ ഗസ് ചെയ്യുക. നമ്മൾ സമയത്തിൻ്റെ ഒരു ഇത് നമുക്ക് പുറത്ത് നോക്കിയാൽ അറിയാമല്ലോ. അത് ബിൽക്കുൽ നെഹി ഹോ രഹ, ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് മനസ്സിലാവുന്നില്ല. പുറത്തേക്ക് നോക്കിയിട്ട് സമയം മനസ്സിലാക്കാൻ എന്തായാലും പറ്റൂല, മനസ്സിലാവുന്നില്ല. ലേക്കിൻ ഗർമേ ഹോ രഹി ചഹൽ പഹൽ, പക്ഷേ ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ വീട്ടിലുണ്ടാകുന്ന, ചഹൽ പഹൽ എന്ന് പറഞ്ഞാൽ ബഹളം, വീട്ടിലുള്ള ബഹളം കേട്ടിട്ട് പത്താ ചൽ രഹി ഹെ, മനസ്സിലാവുന്നുണ്ട്. പത്താ ചൽ രഹി ഹെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. രഹ്കർ കാനോ മേ കഭി चांपाकल के चलने और पानी के गिरने की आवाज़ तो कभी किसी
के हाँक लगाने की आवाज़ आ रही थी. അപ്പോൾ വീട്ടിനുള്ളിൽ ബഹളം നടക്കുന്നുണ്ട്. രഹരഹക്കർ കാനോമേ, അങ്ങനെ ചെവിട്ടിലിങ്ങനെ കേൾക്കുന്നുണ്ട്. കാൻ എന്ന് പറഞ്ഞാൽ ചെവി, ചെവിട്ടിലിങ്ങനെ കേൾക്കുന്നുണ്ട്. കബി ചാമ്പാക്കൽ, ചാമ്പാക്കൽ എന്ന് പറയുന്നത് ഒരു പഴയ ടൈപ്പ് ടാപ്പിനെയാണ് ചാമ്പാക്കൽ എന്ന് പറയുന്നത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴേക്കും ആക്കണം വെള്ളം വരണമെങ്കിൽ. അതാക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. പാനിക്ക് കിറുന്ന വെള്ളം വരുന്ന ഒച്ചയും ആ മെഷീൻ്റെ ഒരു സൗണ്ടും എല്ലാം കേൾക്കുന്നുണ്ട്. ആവാസ് തോ കബി കിസിക്ക് ഹാങ്ക് ലഗാനേക്ക് ആവാസ്. ചിലപ്പോൾ ആരെങ്കിലും ഉറക്കെ, ഹാങ്ക് ലഗാന എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിക്കുക, ഉറക്കെ വിളിക്കുന്ന ഒച്ചയും കേൾക്കുന്നുണ്ട്. ആവാസ് ആ രഹി തി. ജാ ബാക്കെ ദേ കേരാക്കെ പത്ത ആയിൽ കീന, അതായത് ഉറക്കെ വിളിച്ച് പറയുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. എന്താ വിളിച്ച് പറയുന്നത്? ജാ ബാക്കി ദേ, പോയി നോക്ക്. കേരാക്കെ പത്ത എന്ന് പറഞ്ഞാൽ ഇത് വാഴയില വന്നിട്ടുണ്ടോ ഇല്ലേന്നൊന്ന് പോയി നോക്ക്, അങ്ങനെയൊക്കെ ആരോ വിളിച്ച് പറയുന്നുണ്ട്. ആജ് ഈ ലോകെ ഉടേക്കെ നൈഖിക ബോൾ ജൽദി തയ്യാർ ഹോക്കസ്. അതായത് ബീഹാറിലെ ഒരു ലാംഗ്വേജാണിത്. ആജ് ഈ ലോകെ ഉടേക്കെ നൈഖിക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലാംഗ്വേജാണ്. ബോൾ ജൽദി തയ്യാർ ഹോക്കസ്, വേഗം അവളോട് തയ്യാറാവാൻ എന്ന് പറയാണ്. അബ് തോ ഉഡ്നെ മേ ഹി ഭലായി ഹെ, ഇനിയിപ്പോൾ എണീക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് ഇത് എഴുതിയ ആളാണ് ഇത് പറയുന്നത്. ഇനിയിപ്പോൾ എണീക്കുന്നത് തന്നെയാണ് നല്ലത്. നഹാ ധോക്കർ ഹം സബി ഏക് കമരേ മേ ഇക്കട്ടാ ഹുയെ. കുളിച്ച്, നഹാ ധോക്കർ എന്ന് പറഞ്ഞാൽ കുളിയും നനയും ഒക്കെ കഴിഞ്ഞു എന്ന് പറയില്ല നമ്മൾ, അതിനെയാണ് നഹാ ധോക്കർ. അതൊക്കെ കഴിഞ്ഞ് ഹം സബി, നമ്മളെല്ലാവരും ഏക് കമരേ മേ ഇക്കട്ടാ ഹുയെ, ഒരു മുറിയിൽ, ഇക്കട്ടാ ഹുയെ എന്ന് പറഞ്ഞാൽ അസംബിൾ, ഒരു മുറിയിൽ ഒത്തുകൂടി. दादा और चाचा ने क्या सफ़ेद चकाचक मांड लगी धोती और कुर्ता पहन हुआ है. ദാദാ ഓർ ചാച്ച എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനും അച്ഛൻ്റെ അനിയനും, ഇവർ രണ്ടാളും നല്ല ചക്കാച്ചക്ക് മാണ്ട് ലഗി ധോത്തിയാണ് ധരിച്ചത്. അതായത് നല്ല ബ്രൈറ്റായിട്ടുള്ള വെള്ള, കഞ്ഞിവെള്ളമൊക്കെ മുക്കിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ള മുണ്ടൊക്കെ എടുത്തിട്ടാണ് അവർ വന്നത്. എന്തുകൊണ്ടാണ്? അതൊരു ഫെസ്റ്റിവലാണ്, കിച്ചടി എന്ന് പറയുന്ന ഇവരുടെ ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. खिचड़ी में आइसन डांड हम पहले कब्बे न देखा ने सारा देह कनकना देता. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു ഭാഷയിലാണ് പറയുന്നത്, അവരുടെ ആ ഒരു സ്ലാങ്ങാണ് അവിടെ പറയുന്നത്. എന്താ പറയുന്നത്? കിച്ചടിമേ, ഈ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഇതുവരെ ഇത്രയും ഡാണ്ട്, തണുപ്പ് അനുഭവപ്പെട്ടിട്ടില്ല. പഹലെ ഒരു പ്രാവശ്യവും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. സാരാ ദേഹ് കൻകനാ ദേത്താ ഹേ. ദേത്ത എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവന് വിറയ്ക്കുന്നുണ്ട് തണുപ്പ് കൊണ്ട്. പാപ്പാനെ കഹ, അച്ഛൻ പറഞ്ഞു, ഷായത് ആജ് ധോത്തി മേ ഉനെ ഠണ്ട് കുച്ച് ജ്യാദാ ലഗ് രഹി ഹെ. ഷായത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് ഈ ധോത്തിയിൽ വളരെയധികം തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. സാധാരണ ഫെസ്റ്റിവൽ സമയത്ത് ഇങ്ങനെ തണുപ്പുണ്ടാവാറില്ല. അപ്പം അതാണ് അച്ഛൻ പറയുന്നത്, ഈ ഡ്രസ്സിൽ എനിക്ക് തണുത്തിട്ട് വയ്യാന്ന് പറയാണ്. സാമനെ മച്ചിയ പർ ഖാദി की സഫേദ് സാടി പെഹനെ ഹുയെ ദാദി ബേട്ടി തി. അപ്പോൾ മുന്നിൽ തന്നെ, സാമനെ പറഞ്ഞാൽ മുന്നിൽ തന്നെ, മച്ചിയ എന്ന് പറഞ്ഞാൽ സ്റ്റൂളിൻ്റെ മുകളിൽ ഖാദിക്ക് സഫേദ് സാടി പെഹനെ ഹുയെ, അതായത് ഖാദീൻ്റെ സഫേദ് നല്ല വെളുത്ത സാരി ഉടുത്തിട്ട് ഒരാൾ ഇരുന്നിരുന്നു. ആരാണ്? ദാദി, അമ്മൂമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അബ് ദാദീനെ അപ്നെ ബാൽ ധോയേ ഹെ. ഇന്ന് ദാദി, അമ്മൂമ്മ മുടി കഴുകിയിട്ടുണ്ട്. അതായത് ഇന്ന് അമ്മൂമ്മ തല ഒക്കെ കുളിച്ച് മുടിയൊക്കെ കഴുകിയിട്ടുണ്ട്. ചക് സഫേദ് സേമൽ കെ റൂയി ജൈസെ ഹൽക്കെ ഫുൽക്കെ ബാൽ ഗൗർ സെ ദേഖ്നെ പർ ഭി ഏക്ക് കാല ബാൽ നസർ നഹി ആത. അതായത് ഒരു സിൽക്കിൻ്റെ, സേമൽ കി റൂയി എന്ന് പറഞ്ഞാൽ ഒരു സിൽക്കിൻ്റെ ഇതുപോലെ, സിൽക്കിൻ്റെ നാര് പോലെയുള്ള ഹൽക്കെ ഫുൽക്കെ ബാൽ, ഇങ്ങനെ പറന്നിരിക്കുന്ന നല്ല സിൽക്ക് പോലെയുള്ള മുടി, ദാദിയുടെ മുടി. ഗോർസെ ദേഖ്നെ പർ ഭി, ഗോർസെ ദേഖ്ന പറഞ്ഞാൽ
വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ, കെയർഫുള്ളായിട്ട് നോക്കിയാൽ പോലും ഏക്ക് കാല ബാൽ നസർ നഹി ആത്ത, ഒരു കറുത്ത മുടി പോലും കാണാൻ പറ്റില്ല. ബിൽക്കുൽ ദുലി ദുലി സി ലഗ് രഹി ഹെ, ശരിക്കും ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല നനഞ്ഞ് ഇരിക്കുന്നുണ്ട് മുടി. ഉൻകെ സാമനെ കേലെ കെ കുച്ച് പത്തെ കത്താർ മേ രഖേ ഹെ, അവരുടെ മുൻപിൽ, ഉൻകെ സാമനെ എന്ന് പറഞ്ഞാൽ അവരുടെ മുൻപിൽ, കേലെ കെ കുച്ച് പത്തെ, അതായത് വാഴയുടെ ഇല, കത്താർമേ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, രഖേ ഹെ വെച്ചിട്ടുണ്ട്. ജിസ് പർ തിൽ, മിട്ട, ചാവൽ ആദി കെ ചോട്ടെ ചോട്ടെ ഢേർ ഗഡേ ഹുയേ ഹെ. അപ്പോൾ അത് അങ്ങനെ ഇല അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ചത്? ജിസ്പർ, അതിൻ്റെ മുകളിൽ, തിൽ എന്ന് പറഞ്ഞാൽ എള്ള്, മിട്ട ഇത് ജാഗറി, ചാവൽ അരി, ഇതൊക്കെ ആദി എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ, ചോട്ടെ ചോട്ടെ ഢേർസ് ചെറിയ ചെറിയ അങ്ങനെ കൈപ്പിടിയിൽ ഉള്ള ചെറിയ ചെറിയ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഢേർ പടേ ഹുയേ, അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. എള്ള്, ശർക്കര, അരി, ഇത് മൂന്നും ഇങ്ങനെ ചെറിയ കൂന പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹമേ ബാരി ബാരി സെ ഉൻ സബി ചീസോं को छूने और प्रणाम करने के लिए कहा गया. അപ്പോൾ ഞങ്ങളോട് അമ്മൂമ്മ പറഞ്ഞു, എല്ലാവരും വരിക്ക് നിന്നിട്ട് അതിനെ, ആ സാധനങ്ങളെയൊക്കെ, സബി ചീസോ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളെയും, ചൂനെ തൊടുക, എന്നിട്ട് പ്രണാം, തൊട്ടിട്ട് നമസ്കരിക്കാൻ പറഞ്ഞു. ജബ് സബ്നെ ऐसा कर लिया तो उन सभी चीज़ों को एक जगह इकट्ठा करके दान दे दिया गया. പിന്നെ അതിനുശേഷം ഞങ്ങളെല്ലാം അത് ചെയ്തതിന് ശേഷം, ഉൻ സബി ചീസോങ്കോ, ആ സാധനങ്ങളെയെല്ലാം ഏക് ജഗ ഇക്കട്ട കർക്കെ, ഒരു സ്ഥലത്തേക്ക് എടുത്ത് വെച്ചിട്ട്, ദാൻ ദേ ദിയാ ഗയ, ദാനം കൊടുത്തു. ആ എള്ള്, ശർക്കര, അരി ഇതെല്ലാം ദാനമായിട്ട് കൊടുത്തു. നെക്സ്റ്റ് പേര, ആജ് തോ അപ്പി ദിദിയ ബുരി ഫസി. അപ്പോൾ അവരുടെ ഒരു ചേച്ചിയുടെ പേരാണ് അപ്പി ദിദിയ. അപ്പി ദിദിയ ബുരി ഫസി, ഇന്ന് എന്തായാലും, ഫസി എന്ന് പറഞ്ഞാൽ കുടുങ്ങ, ഇന്ന് ചേച്ചി എന്തായാലും കുടുങ്ങി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഉനെ നാ തോ ചൂട ദഹി ഹി പസന്ത് ഹെ ഓർ നാ ഹി കിച്ചടി. അപ്പോൾ ചേച്ചിക്ക് ഈ അവിൽ തൈരിലിട്ടിട്ട് ഈ ഹരിയാനക്കാരെല്ലാം കഴിക്കും, ആ ഇതും ഇഷ്ടമല്ല. പിന്നെ കിച്ചടി എന്ന് പറയുന്നത് അവരുടെ ഒരു ഭക്ഷണം കൂടിയാണ്, അതിനും കിച്ചടി എന്ന് പേരുണ്ട്. അത് രണ്ടും ചേച്ചിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ചേച്ചി ഇന്ന് കുടുങ്ങി. കാരണം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് എല്ലാവരും അങ്ങനത്തെ ഫുഡാണ് കഴിക്കുന്നത് രാവിലെയൊക്കെ, ബ്രേക്ക്ഫാസ്റ്റ്. ഉനെ ദോനോ ഹി ചീസേ ഖാനി പടേഗി. അബ് കിച്ചടി ജോ ഹേ, അവർക്ക് രണ്ടും തിന്നേണ്ടി വരുമെന്ന്. എന്താണ്? ഇന്ന് കിച്ചടി ആണല്ലോ, ആജ് കിച്ചടി തോ ഹേ, ഇന്ന് ഫെസ്റ്റിവൽ ആണല്ലോ. खिचड़ी खाने के बाद सभी ने गया से आए तिल, गुड़ और चीनी के तिलकुट को बड़े चाव से खाया. അപ്പോൾ ഇതിന് കിച്ചടിയൊക്കെ കഴിച്ചതിന് ശേഷം ഗയയിൽ നിന്ന് കൊണ്ടുവന്ന, ഗയ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന തിൽ എന്ന് പറഞ്ഞാൽ എള്ള്, ശർക്കര, പഞ്ചസാര ഇതൊക്കെ ഇട്ടിട്ട്, തിൽക്കുട്ട് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ചേർത്തൊരു ബിസ്ക്കറ്റ് പോലെ, ബിസ്ക്കറ്റ് കോ ബഡേ ചാവ് സെ ഗായ, ബിസ്ക്കറ്റ് ഭയങ്കര ഉത്സാഹത്തോടെ കഴിച്ചു. ഖാത്തെ ഖാത്തെ മേ സോച്ച് രഹി തീ കി കിतनी अलग है न ये खिचड़ी जो अभी हम मना रहे हैं. ഖാത്തെ ഖാത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിച്ചുകൊണ്ട്, മേ സോച്ച് രഹി തീ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പം നമ്മൾ ആഘോഷിക്കുന്ന ഈ കിച്ചടി എത്ര വ്യത്യാസമാണ് എന്ന് ഇങ്ങനെ ലേഖിക ആലോചിക്കുകയാണ്. സ്കൂൾ മേ ഹം ജോ കിച്ചടി മനാത്തെ തേ ഉസ്കി അലഗ് ഹി മസ്തി ഹുവാ കർത്തി തി. സ്കൂളിൽ നമ്മൾ പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ കിച്ചടി ആഘോഷിച്ചത്, കിച്ചടി മനാത്തെ എന്ന് പറഞ്ഞാൽ കിച്ചടി ആഘോഷിച്ചത് ഉസ്കി അലഗ് ഹി മസ്തി ഹുവാ കർത്തി, അതായത് തൻ്റെ കുട്ടിക്കാലത്തെ കിച്ചടി ആഘോഷം വളരെ വ്യത്യസ്തമായിരുന്നു.
അതാണ് ലേഖിക പറയുന്നത്. എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായത്? छुट्टी का दिन नाव में बैठकर गंगा नदी को सैर और फिर टापू पर बालू में दौड़ते हुए पतंग उड़ाना या उड़ाने की कोशिश करना. छुट्टी का दिन അതായത് അവധിക്കാലം. നാവ് മേ ബൈഠ്കർ, നാവ് എന്ന് പറഞ്ഞാൽ ബോട്ടിലിരുന്നിട്ട് ഗംഗാ നദിക്ക് സൈർ, ഗംഗാ നദിയിൽ സൈർ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക, നദിയിലൂടെ ബോട്ടിംഗ് നടത്തുക. ഓർ ഫിർ ടാപ്പു പർ, പിന്നെ ടാപ്പു എന്ന് പറഞ്ഞാൽ കടൽ തീരം. ടാപ്പു പർ ബാലു മേ ദൗഡ്ത്തെ ഹുയെ പതംഗ് ഉഡാന യാ ഉഡാനെ കി കോശിഷ് കർണ. അതായത് കടൽ തീരത്ത് നിന്നിട്ട് ബാലു എന്ന് പറഞ്ഞാൽ മണൽത്തരി എടുത്തിട്ട് അതിലെ മണൽത്തരിയിലൂടെ ഓടുക. ദോഡ്ത്തെ ഹുയെ എന്ന് പറഞ്ഞാൽ ഓടിയിട്ട് പതംഗ് ഉഡാന, പതംഗ് എന്ന് പറഞ്ഞാൽ കയറ്റ് പൊക്കുക. യാ ഉഡാനേക്ക് കോശിഷ് കർണ, അല്ലെങ്കിൽ പതംഗ് കയറ്റ് ഉയർത്താനുള്ള ശ്രമം, അല്ലെങ്കിൽ പതംഗ് ഉയർത്തുക. ഇങ്ങനെയൊക്കെ ആ കടൽ തീരത്തുകൂടെ മണ്ണിലൂടെ ഓടിയിട്ട് പതംഗ് കയറ്റെല്ലാം പറപ്പിക്കുമായിരുന്നു കുട്ടിക്കാലത്ത്. കിത്തന മസ ആത്താത്ത, എന്ത് രസമായിരുന്നു അതൊക്കെ. ഇധർ ഹം പതംഗ് ഉഡാത്തെ തേ और वहीं थोड़ी दूर पर गुरुजी, विमला दिक्का, आनंद जी, झिलमिट भैया सब मिलकर ईंट से बने चूल्हे पर बड़े बड़े कड़ाहों में खिचड़ी बनाते थे. ഇധർ പതംഗ് ഉഡാത്തെ തെ, ഇവിടെ പതംഗ് കയറ്റ് പൊക്കുമ്പോൾ, ഓർ വഹാ ഥോടി ദൂർ പർ, കുറച്ച് അകലെ, ഗുരുജി, വിമലാദിക്ക, ആനന്ദ് ജി, ചിൽമിഡ് ഭയ്യ, ഇവരൊക്കെ എന്താ ചെയ്യുക? സബ് മിൽക്കർ, ഇവരെല്ലാവരും കൂടി ഈണ്ട് സെ ബനെ ചുൽഹെ പർ, ഈണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ചുൽഹ, അടുപ്പിൽ ബഡേ ബഡേ കടാഹോമേ കിച്ചടി ബനാത്തേ തെ, വലിയ പാത്രങ്ങളിൽ കിച്ചടി ഉണ്ടാക്കുമായിരുന്നു. കിച്ചടി ബനാത്തേ തെ എന്ന് പറഞ്ഞാൽ കിച്ചടി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കിച്ചടി എന്ന് പറയുന്നത് ഹരിയാനയിലെ ഒരു ഫെസ്റ്റിവലിനെയും കിച്ചടി എന്ന് പറയും. കിച്ചടി എന്ന ഒരു ഭക്ഷണവും ഉണ്ട് നോർത്ത് ഇന്ത്യൻസിന്, അതാണ് ഇതിൽ പറയുന്നത്. ഇത് ഫസലോ കെ ത്യോഹാർ എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ സെക്കൻഡ് പാർട്ടിൽ വീഡിയോയിൽ ഇടുന്നതായിരിക്കും, സെക്കൻഡ് പാർട്ടാക്കിയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.